നമസ്കാരം. പ്രവാസി ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകളുമായി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഒമാനും കേരളത്തിനുമിടയിലുള്ള വിമാനയാത്രയെ സംബന്ധിച്ച നിർണായകമായ വിവരങ്ങളാണ് ഇന്ന് പുറത്തുവരുന്നത്. വരും മാസങ്ങളിലെ അവധിക്കാല തിരക്ക് മുന്നിൽ കണ്ട് മസ്കറ്റ്, സലാല വിമാനത്താവളങ്ങളിൽ നിന്നും കേരളത്തിലെ വിവിധ നഗരങ്ങളിലേക്ക് കൂടുതൽ സർവീസുകൾ ആരംഭിക്കാൻ എയർലൈനുകൾ തയ്യാറെടുക്കുകയാണ്. നിലവിൽ ടിക്കറ്റ് നിരക്കുകളിൽ വലിയ വർധനവ് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും സ്കൂൾ അവധിയും ആഘോഷങ്ങളും തുടങ്ങുന്നതോടെ നിരക്ക് ഉയരാൻ സാധ്യതയുള്ളതിനാൽ പ്രവാസി സുഹൃത്തുക്കൾ യാത്രകൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുകയും ബുക്കിംഗ് പൂർത്തിയാക്കുകയും ചെയ്യുന്നത് ഉചിതമായിരിക്കും. എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇൻഡിഗോ തുടങ്ങിയ വിമാന കമ്പനികൾ കേരളത്തിലെ 4 വിമാനത്താവളങ്ങളിലേക്കും സർവീസുകൾ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കൂടാതെ GCC ഏകീകൃത ടൂറിസ്റ്റ് വിസയുമായി ബന്ധപ്പെട്ട പുതിയ മാറ്റങ്ങൾ ഒമാനിലെ പ്രവാസികൾക്കും സന്ദർശകർക്കും വലിയ രീതിയിലുള്ള ഗുണമുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിമാനത്താവളങ്ങളിലെ ലഗേജ് നിയമങ്ങളിലും സുരക്ഷാ പരിശോധനകളിലും വന്നിട്ടുള്ള പരിഷ്കാരങ്ങൾ യാത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒമാൻ എയറും സലാം എയറും വരും ആഴ്ചകളിൽ പ്രത്യേക ഓഫറുകൾ പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളതിനാൽ കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഔദ്യോഗിക വെബ്സൈറ്റുകൾ കൃത്യമായി പരിശോധിക്കേണ്ടതാണ്. പ്രവാസികൾക്ക് ഏറെ ആശ്വാസം നൽകുന്ന ഇത്തരം വാർത്തകൾ വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് സൂചന. ഗൾഫ് മേഖലയിലെ പ്രവാസികളുടെ യാത്രാ സംബന്ധമായ കൂടുതൽ വാർത്തകളും കൃത്യമായ അപ്ഡേറ്റുകളും തത്സമയം അറിയുന്നതിനായി ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം പുതിയ വീഡിയോകൾക്കായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക.